റബീഉൽ അവ്വൽ 12-ന് സുന്നികൾ മൗലിദ് നടത്താറുണ്ട്. എന്താണത്? എന്താണ് സുന്നികൾ അതിൽ നടത്താറുള്ളത്? മദ്ഹ് പറയാ, അല്ലേ? അള്ളാഹുവിന്റെ റസൂല് മദ്ഹ് പറയാൻ നിർദ്ദേശിച്ച ഒരുപാട് ഹദീസുകളുണ്ട്. അപ്പൊ മുജാഹിദീങ്ങൾക്ക് മുത്തുനബിന്റെ മദ്ഹേ പറയാൻ പറ്റാത്തുള്ളൂ. അപ്പൊ നമുക്കറിയാം, അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് സ്വലവാതി അലൻ നബി, മുത്തുനബിനെ സംബന്ധിച്ച് ബദ്റു തമാം എന്ന് പറഞ്ഞാൽ അത് ശിർക്ക്. ലിശിദ്ദതി ഹുസ്നികിം യബ്കിൽ അനാമോ വശൈഖു മുഹമ്മദുൻ ബദ്റു തമാമോ. എടവണ്ണ ചേക്ക് മയമീനെ പറ്റി പറഞ്ഞാൽ അത് ചൊർക്കെ. നേരത്തെ പറഞ്ഞായിരിക്കും ഇത് ചക്കര, മറ്റേതെന്താ കൊപ്പര, കൊപ്പര അല്ലേ? തുതിയും സലവാത്തോ അതിനാൽ തുടങ്ങിടാൻ അരുൾ ചെയ്ത വേദാമ്പ. ഉമർ മൗലവിനെ പറ്റിയോ? കേളുന്നു കേരള മക്കൾ നീന കോരോ രണ്ടാമനിൽ ദുഃഖം ശ്രവിക്കയാൽ സ്വർലോകം കൈക്കൊള്ളിലാക്കി ജീവിക്കവേ എങ്ങനെയങ്ങോ സമ്പാദിച്ചു ഭൂമിയെ. കേഴുന്നു കേരള മക്കൾ നീനക്കൊലു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ സ്വർഗത്തിലേക്കു ദിച്ചേത് വേദന ശാന്തി തൻ സായുജ്യമടയുവാൻ. മൊയ്തീമാലയ്ക്ക് എത്ര ട്യൂണുണ്ടെങ്കിലും ഒക്കെ ഫിറ്റാണതാണ് ഉമ്മറുമാല. ഇങ്ങനെ കുറെ വാപ്പറുമാലയുമായിട്ട് ഇവര് രംഗത്ത് വരും. അതിലൊരു കുഴപ്പമല്ല. അതിലെന്താ പറഞ്ഞത്? സ്വർഗത്തിലേക്ക് കുതിച്ചോ ചക്കക്കുരു തെറിച്ചാൽ ഒരൊറ്റ തെറിച്ചാ. പണ്ട് ഒരാള് ഒരു മയ്യത്തിനെ കബർക്ക് വെക്കണം എന്ന് പറഞ്ഞു. അല്ല, നിങ്ങളെ കയ്യ് വറക്കണം, നിങ്ങൾക്ക് വയസ്സായില്ലേ? അല്ല കുട്ടികളെ, എന്നോട് തന്നെ വെക്കണം വസിയത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ ശരി, കയ്യ് കൊടുത്തതാ. കയ്യ് കൊടുത്തോടുകൂടെ മയ്യത്ത് തറ്റച്ചാട്ടല. ഇയാളിങ്ങനെ മേപ്പിട്ട് നോക്കുമ്പോ അങ്ങനെ ദേഷ്യം പിടിച്ചേക്കുമ്പോ പറഞ്ഞു, മക്കളെ, നിങ്ങളെ വാപ്പ ഊറിൽ നിങ്ങളെ കാണലും എന്റെ കയ്യിൽ ചാടലും. ഈ കോലത്തിൽ ഒരൊറ്റ കുതിച്ചല സ്വർഗത്തിൽ എത്തിയല്ല എന്നുള്ള വിവരമല്ല. കാരണം വാണം മുട്ടാനിക്കാണ് കുറ്റി എവിടെ ആടിയെന്ന് ആരും നോക്കലില്ലല്ലോ. അപ്പൊ ഇങ്ങനെ മദ്ഹ് മഹാന്മാരെ പറ്റി പറഞ്ഞൂടാ, മൗലവിമാരെ പറ്റി പറയാം. മദ്ഹ് പറയാന്നുള്ളത് പുണ്യമാണ്. ദിക്റുൽ അംബിയാ ഇബാദ, ദിക്റു സ്വാലിഹീന കഫാറ. പിന്നെ അന്നദാനമാണ് നടത്തല്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഖദീജ ബീവിയുടെ പേരിൽ അന്നദാനം നടത്തിയത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. നമ്മൾ നബി തങ്ങളുടെ പേരിൽ അന്നദാനം അല്ലാഹു തആലാക്ക് വേണ്ടി നമ്മൾ നടത്തുന്നു. റുബ്ബമാ ദബഹ ഷാത്ത, അങ്ങനെ ഹദീസിലുള്ളത്. നമ്മൾ റുബ്ബമാ നദ്ഹബുൽ പോത്ത, നമ്മൾ ചിലപ്പോൾ എന്താവും പോത്തിനെ ഇറക്കുന്നു. റുബ്ബമാ നദ്ഹബുൽ കോഴി, അല്ലെങ്കിൽ നമ്മൾ കോഴി ഇറക്കും. അവരവരുടെ കപ്പാസിറ്റിക്ക് അല്ല കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അർക്ക് എന്താ നമ്മൾ ചെയ്യും, അല്ലേ? അപ്പൊ അത് വളരെ വ്യക്തമാണ്. ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ റബീഉൽ അവ്വൽ 12-ന് ചെയ്യാൻ പറ്റുമല്ലേ? അല്ലേ? അങ്ങനല്ലേ? റബീഉൽ അവ്വൽ 12-ന് ചെയ്യാൻ പറ്റുകയില്ല ഈ പുണ്യകർമ്മങ്ങൾ എന്നത് പുത്തൻവാദം. റബീഉൽ അവ്വൽ 12-ന് മദ്ഹ് പറയാൻ പാടില്ല. എല്ലാ സമയത്തും പാടാം. റബീഉൽ അവ്വൽ 12-ന് പാടില്ല. റബീഉൽ അവ്വൽ 12-ന് അന്നദാനം നടത്താൻ പാടില്ല. റബീഉൽ അവ്വൽ 12-ന് ഇതുപോലെയുള്ള സ്വലാത്ത് എല്ലാം പാടില്ല. മജ്‌ലിസ് സംഘടിപ്പിക്കാൻ പാടില്ല എന്നതാണ് പുത്തൻവാദം. എന്തുകൊണ്ട്? ഒരു മുകല്ലഫായ മനുഷ്യന്റെ ഇബാദത്ത് രണ്ട് വിധമാണ്. ഒന്ന് മുഖയ്യദായ ഇബാദത്ത്, ഉപാധിയായ ഇബാദത്ത്. രണ്ട് മുത്ലഖായ ഇബാദത്ത്, ഉപാധിരഹിതമായ ഇബാദത്ത്. ഇപ്പൊ സ്വലാത്ത് ചൊല്ലുക, ഖുർആൻ ഓതുക, ഇൽമു പറയാം, അതൊക്കെ എന്താണ്? ഉപാധിരഹിതമായ ഇബാദത്താണ്. ഉപാധിയോടുകൂടെയുള്ള ഇബാദത്താണ്. ളുഹർ 4 നിസ്കരിക്കാൻ പാടുള്ളൂ, 5ാമത്തെ റക്അത്ത് പാടില്ല. പെരുന്നാക്ക് വാങ്ങുകൊടുക്കാൻ പാടില്ല. മയ്യിത്ത് നിസ്കാരത്തിന് വാങ്ങില്ല. അതൊക്കെ നിശ്ചിതമായ ഷർത്തുകളും രൂപങ്ങളും ഭാവങ്ങളും നിർണയിക്കപ്പെട്ട ഇബാദത്താണ്.
എങ്കിൽ ചില ഇബാദത്തുകൾ അങ്ങനെയല്ല, സ്വലാത്തില്ല. ഇൽമു അറിഞ്ഞു കൊടുക്കുക അല്ലെ, ഇപ്പൊ ക്ലാസ് എടുക്കലുണ്ട്, സ്ഥാപനം ഉണ്ടാക്കലുണ്ട്, പലതും നടത്തുന്നുണ്ട്. അത്തരം ഇബാദത്തുകൾക്ക് പ്രത്യേകമായ വർഷമോ മാസമോ സമയമോ തെരഞ്ഞെടുക്കുന്നതിന് കുഴപ്പം ഇല്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഇൽമു പറഞ്ഞു കൊടുക്കാൻ വ്യാഴാഴ്ച തെരഞ്ഞെടുത്തിരുന്നു. നിങ്ങൾ വ്യാഴാഴ്ച ഈ ക്ലാസ് എടുക്കണം എന്ന വല്ല ഹദീസിലുണ്ടോ? ഇല്ല. സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ ഇൽമിൽ കാണാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ അതിന് കുഴപ്പമില്ല. ഇന്ന മിൻ ഖിയാരി ഇബാദില്ലാ, അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന ചില അടിമകൾ യുറാഊന ശംസ വൽ ഖമറ വൻ നുജൂബ, അവർ പ്രത്യേകമായ സമയങ്ങൾ തെരഞ്ഞെടുക്കും. ലി അജ്ലി ദിക്രില്ലാ, അല്ലാഹു പൊരുത്തപ്പെടുന്ന നല്ല കാര്യങ്ങൾ പറയാൻ, പ്രശംസിക്കാൻ അതേ റബീഉൽ അവ്വലിൽ നടത്താറുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉമർ മൗലവിന്റെ അനുശോചന കാവ്യങ്ങൾ മാലയിട്ട് ചിത്രീകരിച്ചു. അത് മുജാഹിദുകളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാറുള്ളത്, കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ മുഹിദ്യമാലൊക്കെ ചൊല്ലി നടക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വേദിയിൽ ഒരു മുജാഹിദ് അങ്ങനെ അത് ആ മാല പാരായണം ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക പുണ്യകർമ്മം എന്ന രീതിയിൽ പാരായണം ചെയ്തതായിട്ട് മൂക്കി കീഴ്പ്പെട്ട ഒരു സുന്നിക്കും തെളിയിക്കാൻ കഴിയില്ല. ഒന്ന്. പിന്നെ മറ്റൊന്ന്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇസ്ലാഹും നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം വായിച്ചുകൊണ്ട് മുങ്ങുക എന്നുള്ളത് സാധാരണ സ്വഭാവമാണ്. അതേസമയം അൽ ഇസ്ലാഹ് എന്ന പേരിൽ പിന്നീട് ഇസ്ലാഹ് എന്ന പേരിൽ ഇറങ്ങുന്ന ഇസ്ലാഹ് മാസികയിൽ അതിന് ശേഷം വന്ന ഒരു പതിപ്പില് അവസാനത്തെ പേജിന്റെ തൊട്ട് മുന്നത്തെ പേജിലായിട്ട് ഉമർ മൗലവിയുടെ അനുശോചന കാവ്യം എന്ന പേരിൽ വന്ന ഈ അനുശോചന കാവ്യത്തിൽ ഇസ്ലാമിന് നിരക്കാത്ത പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്നും അത് തിരുത്തെഴുതിയിട്ടുമുണ്ട്. അത് കാണാതെ പോയത് ഉചിതമല്ല എന്നും ഈ സമയത്ത് അറിയിക്കുകയാണ്. പിന്നെ ഓരോന്ന് കഴിഞ്ഞിട്ട് കുട്ടിയെ ഇസ്ലാഹിന് എഡിറ്റർ ഒന്നുമില്ലേ? എഡിറ്റർ പറഞ്ഞാൽ പരിശോധിച്ച് ചിന്തിച്ച് ഇറക്കാനുള്ളതാണല്ലോ. എഡിറ്റർ ഒന്നും ഇല്ലേ ഇസ്ലാഹിന്? കൊടുക്കും വൈക്കാ കുട്ടിന്റെ അടുത്ത്. എഡിറ്റർ മാസമൊന്നല്ലോ, ചിലപ്പോ തെറ്റ് സംഭവിച്ചു പോകാലോ. അത് ശരി. അപ്പൊ എഡിറ്റർക്ക് തെറ്റ് സംഭവിക്കുന്നുണ്ടോ നോക്കാനല്ലേ സബ് എഡിറ്റർ ആവൂല്ലേ? അത് പിന്നെ അറിഞ്ഞതിന് ശേഷം അല്ലേ? അപ്പൊ പിന്നെ പ്രസിദ്ധീകരിച്ച് ഇങ്ങനെ ആ പേജ് ഇങ്ങനെ ഒട്ടിച്ചു പിഞ്ചിതേച്ചിരിക്കുന്നു. സുന്നികൾ വിമർശിച്ചപ്പോ പണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പിന്നെ വഫാത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ വെള്ളം കൊടുത്തു എന്ന സംഭവം അങ്ങ് എഴുതിയപ്പോ തിരൂരങ്ങാടി മുഖാമുഖത്തിൽ വെച്ച് അലവി സഖാഫി, കൊളത്തൂരും മാളിയക്കൽ സഖാഫിയെ പോലെയുള്ള ആളുകൾ അന്ന് മുതൽ സ്റ്റേജാന്തരം പേജാന്തരം വിമർശിച്ചപ്പോ 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവൻ തിരുത്തിയത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 25 പിരിച്ചിടേണ്ടി വരും തോന്നി അല്ലേ? ഇതേപോലെയാണ് ഓരോ തിരുത്തലുകളും. അപ്പൊ പിന്നെ അത് മാലയായിട്ട് ഞങ്ങൾ കൊണ്ടെടുക്കാറുണ്ടോ? പിന്നെ എന്തിനാ ഇസ്ലാഹ് മാസിക? ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ തിരുത്തിയാലും ശരി തിരുത്തിയിട്ടില്ലെങ്കിലും ശരി, ഇൻഷാ അല്ലാഹ് തിരുത്തിയാലും ശരി തിരുത്തിയിട്ടില്ലെങ്കിലും ശരി, ഇൻഷാ അല്ലാഹ് അത് ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾ പാടും. നിങ്ങൾക്ക് എഴുതി വിടാൻ ഉടുപ്പില്ലെങ്കിൽ ഞങ്ങൾക്ക് പാടാനും ഉടുപ്പില്ല എന്ന് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ അത് തിരുത്തിയായിരുന്നു, എന്നാ ഇനി തിരുത്താണ്ട് നാം തിരുത്തൂടി ഓരോന്ന് ബൈക്കോയി തിരുത്തി. ഇത് KM മൗലവിന്റെ മൗലൂദ. KM മൗലവിയെ സംബന്ധിച്ച് അതുപോലെ ഈ അബൂബക്കർ മൗലവി എന്നുള്ള ആൾ എഴുതിയ മൗലൂദ. ഈ മൗലൂദ് തിരുത്തിയിട്ടില്ല. നേരത്തെ പറഞ്ഞ എന്തൊരു തൂണ അത് തിരുത്തിണോ കൊടുത്ത തിരുത്തിണോ? അതിലെന്താ ഉള്ളത്? ബഹുമാനപ്പെട്ട സത്യത്തിന്റെ വിഷയത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയാണ്. ഇതെന്താ തറാവീഹ് 20 എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാത്ത? ബെല്ലിപ്പാന്റെ ഡബിൾ പോലെ തലീക്കട്ടെ എന്താ കട്ടാത്ത അല്ലേ? പലതും ചെയ്തിട്ടില്ലേ? പിന്നെ മുപ്പരിക്ക് എന്താണ് ധൈര്യത്തിന്റെ വിഷയത്തിൽ അലി ഇബ്നു അബീ താലിബ്. അതുകൊണ്ടാണ് ആരോ ചടക്കം പൊട്ടിച്ച ഒച്ചയോട്ടോട് കൂടെ പെണ്ണുങ്ങളെ പറത്തിയിട്ട് കണ്ട് കൊടുങ്ങൽ ഒരു ഒറ്റ പോക്കലാണ്. അത് ധൈര്യത്തിന്റെ ഊക്കൊണ്ട് ഉസുർ വലിച്ചെന്ന് അറിഞ്ഞിട്ടില്ല നിങ്ങൾ ഈ പട്ടാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഉമർ മാല എന്നല്ല നിങ്ങൾ എഴുതി വെച്ചതാണ്, സ്വന്തം വീടിന്റെ ചുമരിൽ എഴുതി വെച്ചതല്ല. ഒരു നിശ്ചിതമായ എഡിറ്റോറിയലിന്റെ കീഴിൽ പ്രസിദ്ധീകരണമായ ഇതിലുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തിരുത്തി എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്.
കണ്ടോ ഉമർ മൗലവിയെ സംബന്ധിച്ച് അസ്ലം തലിർറഹ്മാനി മിസ്ല ഖലീലിഹി ലിതകൂന ഫീനാ ഉമ്മതൽ അഹ്റാരി അവനൈതനി വക മിൻ മുതാബഅതിസ് സുറാ മറം ബിലൈലിൽ റാകിബം ബിനഹാരി. അപ്പൊ ഇനി തിറ്റി മറ്റത് മറിച്ചെന്ന് പറയണ്ട, ഇതൊക്കെ അങ്ങനെ തന്നെയല്ലേ. ഇതിനെപ്പറ്റി എന്താ പറയുന്നത്? അങ്ങനെ പല അനുശോചന കാവ്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുന്നികൾ സ്റ്റേജാന്തരം പ്രസംഗിച്ചു നടക്കുന്നത് പോലെ അതൊക്കെ പാരായണം ചെയ്യുന്നതും അതൊക്കെ വീടുകൾ എടുത്തു വെക്കുന്നത് പുണ്യകർമ്മമാണെന്ന് നിങ്ങളോട് എഴുതി വിട്ടിട്ടില്ലല്ലോ. അത് ശരി. ഞങ്ങൾ വിമർശിക്കുന്നത് പുണ്യകർമ്മം എന്ന രീതിയിൽ നിങ്ങൾ നടത്തുന്ന മൗലിക പാരായണങ്ങളെയും മൗലികാഘോഷങ്ങളെയുമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ബുക്ക് വായിക്കാൻ ഒരിക്കലും ആരും വായിച്ചു പോകരുത്. അതൊക്കെ ദലാലത്താണ്, പിഴവാണ്, പുണ്യകർമ്മമല്ല. അല്ലേ? പുണ്യകർമ്മ അല്ലാതെ ലലാലത്തുനിന്ന് കിട്ടുമോ? പുണ്യകർമ്മ അല്ലാതെ അവരുടെ ലലാലത്തുനിന്ന് കിട്ടുമോ? ഇതൊരിക്കലും പുണ്യകർമ്മമല്ല. പിന്നെ എന്ത് കർമ്മമാണ് എന്നാ പറയുക? അത് അദ്ദേഹത്തിന്റെ ഒരു അനുശോചന കാവ്യം എഴുതി, അപ്പൊ അത് വായിക്കാൻ അത്രയേ ഉള്ളൂ. അതിന് പ്രത്യേക കൂലി കിട്ടുന്ന കൂടി പറഞ്ഞിട്ടില്ലല്ലോ. ഒരാള് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉദ്കുറു മഹാസിന മൗതാക്കും, മരിച്ച ആൾക്കാരെ നല്ല കാര്യങ്ങൾ പറയാം. ഈ പറഞ്ഞത് മഹാസിനിലാണോ അതിന്റെ ഓപ്പോസിറ്റ് ആയ ദമ്മിലാ വിടുക? അത് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. ചോദിച്ചിന് മറുപടി അതാണ് വിഷയം. നിങ്ങൾ പറഞ്ഞത് പുണ്യകർമ്മമാണെന്നുള്ള നിലയ്ക്ക് പാടുക എന്നുള്ളതല്ല. ഇത് ഒരു അംഗീകൃതമായ മരിച്ചുപോയ ഒരാളെ സംബന്ധിച്ച് പറയാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ മഹാസിന മൗത്താക്കും എന്നതിന്റെ പരിധിയിലാണോ പെടുക, അതിനപ്പുറാണോ? അതാ ചോദിച്ചത്. ചോദിച്ചതിന് മറുപടി അറിയാം. എന്താ പയഞ്ചക്ക് പരേതനായ ഉമർ മൗലവിനെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട. കാരണം നിങ്ങൾ മുയ്യദ്ദിമാന പാടും പോലെ ബദർമാന പാടും പോലെ ഞങ്ങൾ പാടും ഉമർ മൗലവിന്റെ മൗലൂദ് എല്ലാ വീട്ടിലും ഞങ്ങൾ പാടിയെടുക്കണമെന്നില്ല. അപ്പോ നിങ്ങൾ എല്ലാവരും വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാം. വായിക്കുക എന്നുള്ളതിന്റെ മേനയാണ് എന്ത്? പാരായണം ചെയ്യാം. വായിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക ഇസ്ലാഹ് മാസിക എന്നുള്ളത് അല്ലേ? അപ്പൊ ഇസ്ലാഹ് മാസിക വായിക്കുക എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യുക എന്നുള്ളതിന്റെ മേന ഇനി ലാസ്റ്റ് ഇരവുണ്ട്. മൊയ്തിമാരുടെ പോലെ ഇരവുണ്ട്. അല്ലയോ നാദ സംവീതമായ വിപത്തുകളിൽ നിന്നും ഞാൻ നിന്നിൽ ശരണം പ്രാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇരവുണ്ട്. പാടാൻ കഴിയുന്നില്ല. കാരണം ഇവരെ മുജാഹിദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ചിലപ്പോ രീതി കഴിഞ്ഞാലും പാട്ട് വെച്ചൂല, പാട്ട് കഴിഞ്ഞാലും രീതി വെച്ചൂല. അത് വേറെ വിഷയം. അപ്പൊ അങ്ങനെ ഒടുവിലെ ഇരവടക്കുണ്ട്. അപ്പൊ മാലന്റെ എല്ലാ ശൈലിയുണ്ട് അല്ലേ? ഇര കണ്ടിട്ടില്ല നിങ്ങള്? സാബിന്റെ നേരത്ത് മന്നറെ ഹുസൈനാരെ കാവൽ ഭാഷങ്കല്ല തെണ്ടിച്ച സ്വത്തുക്കൾ തൂക്കി നളർക്കുമ്പോൾ മൂഫർ ഹുസൈനാരെ കാവൽ ഭാഷങ്കല്ല. അതാണ് ഇരവ്. മനസ്സിലായില്ലേ? അല്ലാതെ ഇറങ്ങി നടക്കാന്നല്ല. മനസ്സിലായോ? അതാണിത്. അപ്പൊ അതടക്കം ഇതിലുണ്ട്. അപ്പൊ ഇനി പാരായണം ചെയ്യലില്ല എന്ന് പറയരുത്. പാരായണം ചെയ്യാൻ വേണ്ടി ഇസ്ലാഹ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പാരായണം ചെയ്യാത്തതിന് ഞങ്ങളല്ല ഉത്തരവാദികൾ, നിങ്ങളാണ്. അല്ലെങ്കിൽ ഇനി മേലാൽ ആ പരസ്യം ചെയ്യരുതെന്ന് പറയാം. മേലാൽ വായിക്കുക, പ്രചരിപ്പിക്കുക, വരിക്കാരാവുക എന്നൊക്കെ ഉണ്ടല്ലോ. വരിക്കാരാകുക എന്ന് പറഞ്ഞാൽ വരി വരിയായി നിൽക്കുക എന്നല്ല ഇതിന്റെ മേല. പിന്നെന്താ ഇതിന്റെ? അത് വായിക്കുന്ന പ്രചാരകരായിട്ട് അതൊക്കെ വാങ്ങുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അത് കടല പൊതിയാനല്ലല്ലോ. അതിനാ അപ്പൊ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങൾ ഈ മമ്പ്രതങ്ങള് അതുപോലെ തന്നെ മടവൂർ ഷെയ്ഖ് ഇതുപോലെ ആളുകൾക്ക് മൗലൂദ് ഇതൊക്കെ ഓതാറുണ്ട് ഞങ്ങള്. എന്നാൽ ഈ മമ്പ്രതങ്ങള് മടവൂർ ഷെയ്ഖിന്റെ ആളുകളൊക്കെ അവിടുത്തെ ആൾക്കാരല്ലേ അറിയുള്ളൂ. ഇപ്പൊ ഒരു മമ്പുറത്തെ ആൾക്കാണ് മമ്പുറത്തെ തങ്ങളെ പറ്റി അറിയുള്ളൂ. ഒരു മടവൂർ ഷെയ്ഖിനെ പറ്റിയാണ് അവിടുത്തെ ആൾക്കാർക്ക് അറിയുള്ളൂ. ഇവിടുത്തെ ആൾക്കാർക്ക് പൈനെ പറ്റി അറിയോ? ഇവിടുത്തെ ആൾക്കാരോട് പൈന്റെ മൗലൂദ് ഞാൻ പറഞ്ഞ എന്താ കാര്യം? പിന്നെ ഉമർ മൗലവിനെ പറ്റി അപ്പൊ കൊച്ചിയിലുള്ള ആൾ എഴുതിയതോ? അല്ല ഇത് തന്നെ ഉണ്ട്. കൊച്ചിത്തെ അറിഞ്ഞതുകൊണ്ടാണ്. അപ്പൊ കൊച്ചി തിരൂർക്കാട്ട് കിടക്കണ ഉമർ മൗലവിക്ക് കൊച്ചി കിടക്കണ ആളെ അറിയാല്ലേ? അത് ശരി. അപ്പൊ മമ്പുറം കിടക്കുന്ന ആളെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം. ഇപ്പൊ എന്താ കുഴപ്പം?